വായിക്കാം. 32-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്നും സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷങ്ങൾ കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകിയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയപരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പിൻ. ആമേൻ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ വായിച്ച സങ്കീർത്തനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ കൂടി അടിയങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥകൾക്കനുസരിച്ച് ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട നന്ദി. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കുമ്പോൾ ആണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് പറയുമ്പോൾ, പാപക്ഷമയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യഥാർത്ഥ സന്തോഷം നമ്മിൽ തരികയും മുഖേനയുള്ള കുറ്റബോധത്തിൽ നിന്നും നമുക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം ഒരു ഏറ്റുപറച്ചിലിന്റെ, പശ്ചാത്താപത്തിന്റെ സങ്കീർത്തനമാണ്. നമുക്കത് അറിയാമല്ലോ. ദാവീദ് ബേത്ശബയോടും ഊരിയാവിനോടും ചെയ്ത പാപം ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞപ്പോൾ, ദൈവം ക്ഷമിച്ചപ്പോൾ താൻ അനുഭവിച്ച ആ സന്തോഷം അത് പ്രകടമാക്കുന്ന സങ്കീർത്തനമാണ്. പാപക്ഷമ എന്ന് പറയുന്ന ദൈവസ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. അതാദ്യം മോശയിൽ കൂടി ദൈവം മോശയോട് അരുളി ചെയ്തു. പുറപ്പാട് പുസ്തകം 34:7 നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ദാവീദിൽ കൂടി അത് വെളിപ്പെടുത്തി തന്നു. അടുത്ത ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൽ കൂടി ലോകത്തിന് ആ പാപക്ഷമയെക്കുറിച്ച് വെളിപ്പെടുത്തി തന്നു. നമുക്ക് അറിയാം, മനസ്സിലാക്കാം. അവരാണ് നാം ഓരോരുത്തരും. ദൈവത്തിന്റെ ക്ഷമയുടെ പല ഭാവങ്ങൾ നമുക്ക് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 1 മുതൽ ഉള്ള വാക്യങ്ങൾ പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും ദൈവം അകൃത്യം കണക്കിടാതെ ഇരിക്കുക. ലംഘനങ്ങളെ ക്ഷമിക്കുക, പാപത്തെ മറയ്ക്കുക, അകൃത്യം കണക്കിടാതെ പോവുക. ഇതാണ് ദൈവത്തിന്റെ ക്ഷമയുടെ ആ ഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അടുത്ത 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു: എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചൊന്നുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇവിടെ ഒരു ഏറ്റുപറച്ചിൽ, ഒരു കൺഫെഷനെ കുറിച്ച് പറയുന്നു. ഏറ്റുപറച്ചിൽ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാം എല്ലാവരും ഏറ്റുപറഞ്ഞവരാണ്. ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞവരാണ്. നമ്മൾ സമ്മതിക്കുകയാണ്, ദൈവത്തോട് സമ്മതിക്കുകയാണ്, ഞാൻ പാപിയാണ് എന്ന് ദൈവത്തോട് സമ്മതിക്കുകയും ചെയ്യേണ്ടവനല്ല. പാപത്തെക്കുറിച്ച്, പാപം ചെയ്യാതെയും പാപത്തെക്കുറിച്ചുള്ള ഒരു ആഗ്രഹം പോലും അത് തെറ്റാണ് എന്ന് സമ്മതിക്കുകയും, അതുപോലെ
ഇനിയും ആ പാപത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ്, പാപ സ്വഭാവത്തെ മാറ്റി പാപത്തെ വലിച്ചെറിഞ്ഞ് കളഞ്ഞ് വിശ്വസ്തയോടുകൂടി ദൈവത്തെ അനുഗമിക്കാനായിട്ട് എടുക്കുന്ന ഒരു തീരുമാനം, അതാണ് ഏറ്റുപറച്ചിൽ എന്ന്, ദൈവത്തോടുള്ള കൺഫെഷൻ എന്ന് പറയുന്നത്. ഇവിടെ 9, 8 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതിയെയും പോലെ ആകരുത്, അവയുടെ സമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവരെ അടക്കി വരുന്നു, അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാക്കിയില്ല. ബുദ്ധിയില്ലാത്ത കഴുതിയെയും കോവർ കഴുതിയെയും പോലെ അനേക ജനങ്ങള് പിടിവാശിയിലും ദൈവത്തെ അനുസരിക്കാതെ മത്സരത്തിലും കൂടി ആയിരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരെയും തൻ്റെ സ്നേഹത്താൽ വീണ്ടെടുക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് ജനങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം ചില അച്ചടക്കത്തിൽ കൂടെയും ശിക്ഷയിൽ കൂടെയൊക്കെ അവരെ വീണ്ടെടുക്കാൻ എന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ അനുസരിക്കുന്നില്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ ചില ശിക്ഷയിൽ കൂടി കടന്നു പോകാം. ആ അച്ചടക്കത്തിൻ്റെ ആ രീതിയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ടത്, നമ്മളെ അവൻ ഉപദേശിച്ച് നമുക്ക് നടക്കേണ്ടുന്ന വഴി അവൻ നമുക്ക് കാണിച്ചു തരുമെന്ന് വചനത്തിൽ പറയും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മളെപ്പോഴും ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുകയും ആ ദൈവവചനത്തെ അനുസരിക്കാനായിട്ട് ഉള്ള സന്നദ്ധത, എപ്പോഴും അനുസരണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള അവസ്ഥ, ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത്, ഈ ലോകത്തിൽ എന്തെങ്കിലും ഭൗതിക നന്മകൾ നമുക്ക് ലഭിക്കുന്നതോ, സമ്പത്ത്, നമ്മുടെ പ്രശസ്തി, പേര്, വിദ്യാഭ്യാസം, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതല്ല ഭാഗ്യം അവസ്ഥ. മറിച്ച് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും യഹോവ അകൃത്യം കണക്കിടാതെയും ഇരിക്കുന്ന ആ മനുഷ്യനാണ് ഏറ്റവും ഭാഗ്യവാൻ. ഈ ഒരവസ്ഥ നമുക്ക് ലഭിച്ചു. ഈ കുറ്റബോധത്തിൽ കഴിയുന്ന, രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലാതെ അറിയാതെ കഴിയുന്ന അനേക ജനങ്ങളുണ്ട്. അവരോട് ഈ ഒരു വഴിയെക്കുറിച്ച്, ഈ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഈ സങ്കീർത്തനം, ദൈവവചനം നമ്മളോട് ഓർമ്മിപ്പിക്കുന്നു. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്, കുറ്റബോധത്തിൽ എല്ലാ മനുഷ്യരും പാപികളാണ്, ഒരു വ്യത്യാസവുമില്ല, സകല മനുഷ്യരും പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കുറ്റബോധത്തിൽ ജീവിക്കുന്നവരോട് നിങ്ങൾക്ക് ആശ്വസിക്കാൻ ഒരു വകയുണ്ട്. യേശു കർത്താവ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ ആ രക്തത്താൽ അവന്റെ മുമ്പിൽ ദൈവത്തോട് നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനായിട്ടൊരു മാർഗമുണ്ട്. കുറ്റബോധത്തിൽ ജീവിക്കേണ്ടവരല്ല, സന്തോഷത്തിൽ, ആനന്ദത്തിൽ നമ്മൾ ജീവിക്കേണ്ടവരാണെന്നുള്ള സന്ദേശം നൽകേണ്ട ഉത്തരവാദിത്വം, മറ്റുള്ളവരോട് നൽകേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ടെന്ന് ഈ സങ്കീർത്തനം നമ്മളോട് പറയുന്നു. ആ സങ്കീർത്തനം നമ്മുടെ ഒരു ഉത്തരവാദിത്വം അതിൽ അടങ്ങിയിരിക്കുന്നു. നമുക്ക് ദൈവം ഈ വചനം നമുക്ക് മറ്റുള്ളവരോട് ഈ പ്രത്യാശയുടെ വചനം, ഈ സൗഭാഗ്യത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് നമ്മളെ ദൈവം ഓരോരുത്തരും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം നമുക്ക് മലയാളം സർവീസുകളിൽ ലൂക്കോസിന്റെ ഉപമകളാണ് നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൽ നിന്നും ഒരു ഉപമയിലേക്ക് നമുക്ക് നോക്കാം. അതിനു മുമ്പ് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങളോട് അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഞങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് കർത്താവെ അങ്ങ് ധരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, അത് അംഗീകരിക്കുവാനൊക്കെ വേണ്ട വിവേകവും കൃപയും അടിയങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
താഴ്ത്തി കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, മാനവ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവൻ അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. അവൻ അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി യാദൃശ്യ ഒരു പുരോഹിതൻ വന്നു അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവ്യനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് കടന്നുപോയി. ഒരു ശമര്യക്കാരനോ വഴി പോകയിൽ അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിരുന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴി അമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. പിറ്റന്നാൾ അവൻ പുറപ്പെടുമ്പോൾ 2 വെള്ളിക്കാശ് എടുത്ത് വഴിയമ്പലക്കാരന് കൊടുത്തു. ഇവനെ രക്ഷ ചെയ്യണം, അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു? അവനോട് കരുണ കാണിച്ചവൻ എന്ന് അവൻ പറഞ്ഞു. യേശു അവനോട്, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാരബിൾ ആണിത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാരബിൾ ആണ്. നല്ല ശമര്യക്കാരൻ. ഇത് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു 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 പേരാണ് നല്ല ശമര്യക്കാരൻ. പക്ഷേ എനിക്ക് വ്യക്തിപരമായി തോന്നുന്ന കാര്യമാണ്, ഒരു നിർഭാഗ്യവശാൽ യേശു ഏത് ചുറ്റുപാടിലാണ് ഇതെന്തിനാണ് ഈ ഉപമ പറഞ്ഞത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. കാരണം പലപ്പോഴും നമ്മൾ ഈ നല്ല ശമര്യക്കാരന്റെ ഉപമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അത് പറയുമ്പോൾ മാനുഷിക സഹായത്തിന് പ്രചോദനം നൽകുന്ന ഒരു കഥയാണിതെന്നാണ് നമ്മൾ എപ്പോഴും കരുതുന്നത്. അനുകമ്പയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കഥ, ദരിദ്രർക്ക് വേണ്ടി അവരെ സഹായിക്കുവാനായി ആളുകളെ പ്രചോദിപ്പിക്കുന്നതിനുള്ള കഥ. ഇങ്ങനെയാണ് നമ്മൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. പക്ഷെ ദൈവവചനം പരിശോധിക്കുമ്പോൾ ഈ ഉപമയുടെ ഉദ്ദേശം അതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. മാനുഷികമായിട്ടുള്ള സഹായം നൽകുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അനുകമ്പയെ പ്രോത്സാഹിപ്പിക്കുന്നതോ അതൊന്നും അല്ല ഇതിന്റെ ഈ പാരബിളിന്റെ, ഈ ഉപമയുടെ പിന്നിലെ ഉദ്ദേശം. കാരണം യേശുവിനെ സമീപിച്ച് ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ അഭിമുഖീകരിക്കുവാൻ സാധിക്കും. അയാള് കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം? ഇല്ലേ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ കർത്താവ് പറയുന്ന ഈ കഥ ഈ മനുഷ്യനോടുള്ള ഉത്തരത്തിന്റെ ഭാഗമാണ്. നിത്യജീവനെ കുറിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്ന ഒരു ഉപമയാണിത്. അതായത് നിത്യജീവനെ കുറിച്ചുള്ള ഒരു കഥയാണിത്. നിത്യജീവൻ
മായി ബന്ധപ്പെട്ട കഥ. ഇത് ഹ്യൂമാനിറ്റേറിയൻ, അതായത് ഫിലന്ത്രോപ്പിക്, മാനുഷിക സ്നേഹം, അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ നമ്മളിവിടെ സൺഡേ സ്കൂളുകളിലും BVSനും നമ്മുടെ വീട്ടിലും ഒക്കെ മക്കളെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ദിസ് ഇസ് എ സ്റ്റോറി ദാറ്റ് സ്പീക്സ് അബൌട്ട്, അല്ലെ, മാനുഷികത, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് ഉണ്ടാവേണ്ട സ്നേഹത്തെ കുറിച്ചൊക്കെ കുറിച്ച് പറയാനാണ് ഗുഡ് സമാരിറ്റൻ, നല്ല ശമരിയക്കാരൻ കഥ. പക്ഷെ ഈ കഥ രക്ഷയെ കുറിച്ചിട്ടുള്ള കഥയാണ്. എന്നാൽ അതേസമയം എങ്ങനെ രക്ഷിക്കപ്പെടണം എന്നുള്ളൊരു കഥയല്ല. രക്ഷയെ കുറിച്ചിട്ടുള്ള കഥയാണ്, പക്ഷെ എങ്ങനെ രക്ഷിക്കപ്പെടണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കഥയല്ല. ഈ കഥ എന്ന് പറയുന്നത്, ഈ കഥയുടെ ഉദ്ദേശം ചിലരെ കുറ്റപ്പെടുത്തുക എന്നുള്ളതാണ്, ചിലരെ കുറ്റം വിധിക്കുക എന്നുള്ളതാണ്, ചിലരെ അപലപിക്കുക എന്നുള്ളതാണ്. ആരാണ് ആ ചിലർ? സ്വയം നീതിമാന്മാരായ, സ്വയം നീതിമാന്മാരാണ് എന്ന് ധരിക്കുന്ന ആളുകളെ. ഇവിടെ ഒരു ശാസ്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ ശാസ്ത്രി സ്വയം നീതിമാനാണ് എന്ന് ധരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ആ മനുഷ്യനെ ദൈവത്തിന്റെ സമ്പൂർണ്ണ നിയമം ലംഘിച്ചവനാണ് എന്ന് ബോധ്യപ്പെടുത്തുവാനായി, അല്ലേ, ഇയാള് നിയമശാസ്ത്രിയാണ്, നിയമത്തിന്റെ ഉസ്താദാണ്. അപ്പൊ നിയമത്തിന്റെ ഉസ്താദായിരിക്കുന്നത്, ദൈവ വചനത്തിന്റെ ഉസ്താദായിരിക്കുന്ന ഈ മനുഷ്യൻ സമ്പൂർണമായും ആ നിയമം തെറ്റിച്ച ഒരു മനുഷ്യനാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുവാൻ, നിയമം തെറ്റിച്ച മനുഷ്യനാണെന്ന് മാത്രമല്ല, അയാൾക്ക് രക്ഷയുടെ ആവശ്യമുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്തുവാൻ, അയാൾ പാപിയാണ് എന്ന് അയാളെ മനസ്സിലാക്കിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഈ ഉപമ പറയുന്നത്. അതാണ് അതിന്റെ ചുറ്റുപാട്. അല്ലാതെ നമുക്കെല്ലാവർക്കും പഠിക്കുവാൻ കഴിയുന്ന അനുകമ്പയുള്ള മാനുഷിക അവസ്ഥയുടെ ഊഷ്മളമായ ഒരു ഉദാഹരണമല്ലിത്. അനുസരണത്തിൽ എത്തിച്ചേരാനാവാതെ, അല്ലെങ്കിൽ അനുസരണത്തിൽ എത്തിച്ചേരാനാവാത്ത വ്യക്തികൾക്ക് ദൈവവചനത്തോട് അല്ലെങ്കിൽ ദൈവ നിയമങ്ങളോട് അനുസരണത്തോടെ പ്രതികരിക്കുവാൻ സാധിക്കാത്തവർ ദൈവത്തിൽ നിന്ന് എത്രത്തോളം, എത്ര ദൂരെ, എത്ര അകന്നു വീണിരിക്കുന്നു എന്നുള്ളത് കാണിക്കുവാനായിട്ട് അങ്ങനെയുള്ളവരെ അപലപിക്കുന്ന ഒരു കഥയാണ് ഈ കഥ. അപ്പോൾ ഒരു വ്യക്തിയെ സുവിശേഷീകരിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് സുവിശേഷം പങ്കുവെക്കുമ്പോൾ അത് യേശു എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിളും കൂടെ, ഉദാഹരണം കൂടെയാണിത്. ഇത് സ്വയം നീതിമാന്മാരാണെന്ന് ധരിക്കുന്ന ആളുകളെ അപലപിക്കുകയും അതേസമയം വ്യക്തികളോട് സുവിശേഷം പങ്കുവെക്കുമ്പോൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന്, യേശു എങ്ങനെയാണ് അത് ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ഉപമ. ഒരു ടെസ്റ്റിമണിയാണത്. യേശു നിക്കോഡീമസിനോട് ചെയ്തതുപോലെ സമ്പന്നനായ യുവ ഭരണാധികാരിയുമായി, അല്ല, അദ്ദേഹത്തോട് ചെയ്തതുപോലെ ഒക്കെ ഉള്ള ഒരു സംഭവമാണിത്. ഈ ഉപമ പാപികളെ തുറന്നു കാട്ടുവാൻ ഉദ്ദേശിച്ചുള്ള ഒരു ഉപമയാണ്.
ഓക്കെ, യഥാർത്ഥ അവസ്ഥ, മനസ്സിന്റെ അവസ്ഥയെ തുറന്നു കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപമയാണ്. നോക്കൂ, ഇവിടെ ഈ ഉപമ പറയാനുള്ള കാരണം മനുഷ്യർക്ക് അറിയാവുന്നതിൽ വെച്ച് ഏറ്റവും മോശമായ ആത്മീയ പ്രശ്നമുള്ള ഒരു മനുഷ്യനോടാണ് കർത്താവ് ഈ ഈ ഒരു ഉപമ പറയുന്നത്. മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിൽ ഏറ്റവും മോശമായ ആത്മീയ അവസ്ഥ എന്താണത്? എന്താണ് പ്രശ്നം? സ്വയം ന്യായീകരിക്കുവാനുള്ള സാധ്യത, സ്വയം ന്യായീകരണം. അപ്പൊ സ്വയം ന്യായീകരിക്കുവാൻ, സ്വയം നീതീകരിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരുവനോടാണ് ഈ ഉപമ പറയുന്നതെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണാം, അവൻ തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് എൻ്റെ കൂട്ടുകാരൻ ആരെന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു. തന്നെത്താൻ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട്. അപ്പൊ സ്വന്തം അവസ്ഥയെ, സ്വയത്തെ സ്വന്തം വിധികർത്താവ്, തന്നെ തന്നെ വിധിപ്പാനും ന്യായീകരിക്കാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനോടാണ് ഇവിടെ യേശു ഈ ഉപമ പറയുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ ഉണ്ടാകാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ആത്മീയ പ്രശ്നം എന്ന് പറയുന്നത് സ്വയം നീതീകരണമാണ്, സ്വയം ന്യായീകരണമാണ്. നമുക്ക് തന്നെ നല്ല ഉറപ്പ് നമ്മൾ സ്വയം നൽകുക. എങ്ങനെ? ഞാൻ നല്ലവനാണ്, എനിക്ക് അങ്ങനെ അത്ര മോശക്കാരനല്ല, ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ എനിക്ക് നല്ല സ്റ്റാൻഡിങ് ഉണ്ടെന്ന് സ്വയം പറഞ്ഞ് ഫലിപ്പിക്കുകയും യഥാർത്ഥത്തിൽ നരകത്തിലേക്കുള്ള ഒരു പോക്ക്. അതിൻ്റെ ആ ഒരു അപകടം ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിലും വലിയൊരു ദോഷം ഒരു മനുഷ്യന് വരാനില്ല, ഇല്ലേ? ഇങ്ങനെയുള്ളവരെയാണ്, ഇങ്ങനെ ഈ സ്വയം പറഞ്ഞ് ഞാൻ നല്ലവനാണ്, ഞാൻ നല്ലവനാണെന്ന് ചിലപ്പോൾ നമ്മൾ പറയില്ല. നമ്മൾ പറയും എൻ്റെ അവസ്ഥ ദൈവം മനസ്സിലാക്കുന്നു, എൻ്റെ പ്രയാസം മനസ്സിലാക്കുന്നു, ഞാൻ ആത്മാവിൻ്റെ ഫലം എൻ്റെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാത്തതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെ പലതരത്തിലുള്ള ജസ്റ്റിഫൈ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരെയാണ്. ആ ഒരവസ്ഥയാണ് ഒരു ആത്മീയൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ ആത്മീയൻ എന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതിലും അപ്പുറമായി ഇനി ഒന്നും സംഭവിക്കാനില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളോടാണ് ഈ ഉപമ കർത്താവ് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായം 7-ാമത്തെ അധ്യായം 21-23 വാക്യങ്ങളിൽ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീരപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തല്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. ആരാണ് ഈ ആളുകൾ? ഈ സ്വയം നീതിമാന്മാരായ ആളുകളാണ്, ഇല്ലേ? ഞാൻ വിശ്വാസിയാണ്, ഞാൻ ദൈവത്തെ അനുസരിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഗലാത്യരുടെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ പറയപ്പെടുന്ന ഈ ആത്മാവിന്റെ ഫലങ്ങളൊന്നും എനിക്ക് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നില്ല. കാരണം അതാണ്, അവിടെയാണ് പ്രശ്നം. കാരണം എൻ്റെ ചുറ്റുപാട് വളരെ മോശമാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ രാജ്യം വളരെ മോശമാണ്. നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലുള്ള സാഹചര്യത്തിലല്ല ഞാൻ, അല്ലേ? എനിക്ക് മാത്രമേ അത് സംഭവിച്ചിട്ടുള്ളൂ, വേറെ ആർക്കും സംഭവിച്ചിട്ടില്ല. എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണത്. എന്നിട്ടും ഞാൻ നിൽക്കണ്ടില്ല, എന്നിട്ടും ഞാൻ വിശ്വാസിയെ തുടരുകയാണ്. അതാണ് അങ്ങനെയുള്ള ഒരു വ്യക്തിയോടാണ് ഈ ഉപമ പറയുന്നത്. മനസ്സിലായോ? എൻ്റെ വീട്ടിലെ സാഹചര്യം നിങ്ങൾക്കറിയില്ല, എന്ത് മോശപ്പെട്ട സാഹചര്യം. ഞാൻ ബൈബിൾ വായിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കില്ല, ഞാൻ ഒന്നും ചെയ്യില്ല. കാര്യം നിങ്ങൾക്കറിയില്ല ഞാൻ കടന്നു പോകുന്ന ഇങ്ങനെ ന്യായീകരിക്കുന്നവൻ ആരായാലും ശരി, ഇതിലും വലിയൊരു ആത്മീയ പ്രശ്നം അയാൾക്ക് വരാനില്ല. ഇതിലും വലിയൊരു ആത്മീയ അപകടം അയാൾക്ക് വരാനില്ല. അപ്പോ
ഉള്ളില് ഇന്റേർണലി യു ആർ കൺവിൻസ്ഡ്. ഐ ആം കൺവിൻസ്ഡ്. നമുക്ക് ഉറപ്പുണ്ട്. എങ്ങനെ? നമ്മൾ വളരെ നല്ല ആളുകളാണ് ആക്ച്വലി. പക്ഷെ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സ്വന്തം മാനദണ്ഡങ്ങൾ അനുസരിച്ച് മികച്ചവരാണ്. സ്വന്തം മാനദണ്ഡം അനുസരിച്ച് ഞാൻ മികച്ചവനാണ്. എൻ്റെ ഒരു മാനദണ്ഡം അനുസരിച്ച് ഞാൻ ബെസ്റ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത് അത് നീതീകരിക്കാതെ ന്യായമായ കാര്യമാണ്. അപ്പൊ ഇത് യേശുവിന് നല്ല ബോധമുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആണ് ഈ ഒരു ഉപമ അവിടെ പറയുന്നത്. ഇത് ഈ ഒരു മനുഷ്യന്റെ മാത്രം പ്രശ്നമല്ല, ഇസ്രായേലിന് പൂർണ്ണമായി ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിട്ടാണ് വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കാരണം ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ അവരോട് പറഞ്ഞു, ലൂക്കോസ് 16:15, അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു. ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പത്രേ. മനസ്സിലായില്ലേ? അപ്പൊ ഇത് മനുഷ്യരുടെ മൊത്തത്തിൽ, ഇത് ഈ ഒരു മനുഷ്യന്റെ മാത്രം പ്രോബ്ലം ആയിട്ടല്ല, മറിച്ച് ഇസ്രായേലിന്റെ ഒരു പ്രോബ്ലമാണ് ഇതെന്ന് യേശു പറയുന്നുണ്ട്. പക്ഷെ ഇസ്രായേലിന്റെ മാത്രം പ്രോബ്ലം അല്ല, ഇത് വിശ്വാസികളുടെ മൊത്തത്തിൽ, അല്ലെ മനുഷ്യരുടെ മൊത്തത്തിലുള്ള, വിശ്വാസികളുടെ മാത്രമല്ല മനുഷ്യരുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നമാണ്. സ്വയം ന്യായീകരണത്തിന്റെ പ്രശ്നം. ഇത് ലോകത്തിന്റെ സ്വഭാവമാണ്. നമ്മൾ മതിയായവരാണ് എന്നൊരു ബോധം. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എന്തോരം പുസ്തകങ്ങളാണെന്ന് അറിയാമോ? ആർട്ടിക്കിൾസും പുസ്തകങ്ങളും വീഡിയോസും സിനിമയും ഒക്കെ ഈ ഒരു തീം ആസ്പദമാക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻകറേജ് ചെയ്യാനെന്നാ പറയുന്നത്, അല്ലേ? നമ്മളെ ഡൗൺ ആയിട്ട് തകർന്നു പോകാതിരിക്കാനായി, നമ്മളെ പ്രോത്സാഹിപ്പിക്കുവാനായി നമ്മൾ മതിയായവരാണ്. നമ്മളായിരിക്കുന്നു എനിക്ക് ഓരോ കുറവുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഞാൻ മതിയായവനാണ്. ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകങ്ങൾ എന്തോരമാണ് ഇന്ന് വിറ്റുപോകുന്നത്. ഇത് മറ്റൊരാളെ എൻകറേജ് ചെയ്യുവാൻ വേണ്ടി പറയുന്ന ഒരു വലിയ കാര്യമാണ്. നിങ്ങൾ മതിയായവരാണ്, യു ആർ മോർ ദാൻ ഇനഫ്. ഡിസ്കറേജ്ഡ് ആയി പോകരുത്, നിങ്ങൾ തകർന്നു പോകരുത്. നിങ്ങളായിരിക്കുന്ന ചുറ്റുപാട് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മതിയായവരാണ്. ഇതിനേക്കാളും വലിയൊരു വഞ്ചന ഈ ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ലോകത്തിൽ ആരും മതിയായവരല്ല. പക്ഷേ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ മതിയായവരാണ്, അല്ലേ? അത് സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനാണ്, എൻകറേജ്ഡ് ആയിരിക്കുവാനും നമ്മൾ പഠിക്കണമെന്നാണ് പറയുന്നത്. ഇത് പിശാചിന്റെ ഒരു ലൈ. നമ്മുടെ ദൈവശാസ്ത്രം, എല്ലാവർക്കും ഒരു ദൈവശാസ്ത്രമുണ്ട്. അപ്പൊ എല്ലാവരുടെയും ആ ദൈവശാസ്ത്രം ഒന്ന് ക്രമത്തിലാക്കുവാനായി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ലോകത്ത് ആരും മതിയായവരില്ല. നോബഡി ഈസ് ഗുഡ് ഇനഫ്. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം, മാത്യു ചാപ്റ്റർ 19:17. എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. ആരാണത്? ദൈവം. നല്ലവൻ ഒരുത്തനേ ഉള്ളൂ. റോമർക്ക് എഴുതിയ ലേഖനം 3:12 പറയുന്ന, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അത് മനുഷ്യന്റെ കാര്യം, ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. അപ്പൊ ഈ ലോകത്ത് ആരും പര്യാപ്തരല്ല, ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് അല്ല എന്നല്ല, നോബഡി ഈസ് ഗുഡ് ഇനഫ്. അതാണ്, ആരും മതിയായവരല്ല. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പകല്
കൂടിയിരിക്കുന്ന നിങ്ങളിൽ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന നമ്മളിൽ ആരെങ്കിലും മതിയായവനാണ്, ഞാൻ മതിയായവൻ, എൻ്റെ ജീവിത സാഹചര്യം ഭയങ്കരമാണ്, ഞാൻ ഭീകരമായ പ്രതിസന്ധികൾ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ടും ഞാൻ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആ വ്യക്തിയോടാണ് ഇന്ന് ഈ ദൈവവചനം സംസാരിക്കുന്നത്. സ്വയം നീതീകരിക്കരുത്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലാണ് നമ്മൾ തുടങ്ങിയത്. 25 മുതൽ 28 വരെ വായിക്കാം. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു, അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് ചോദിച്ചതിന് അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്ന് എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നുത്തരം പറഞ്ഞു. നീ പറഞ്ഞ ഉത്തരം ശരി, അങ്ങനെ തന്നെ ചെയ്താൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ മനുഷ്യന്, ഈ ന്യായശാസ്ത്രിക്ക് ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ചോദിച്ച ചോദ്യം അല്ല ഇവിടുത്തെ പ്രശ്നം. നമുക്കട്ടെ, ആ ചോദ്യം തെറ്റായാണ് ആൾ ചോദിച്ചത്, മോശം ചോദ്യമാണ് ചോദിച്ചത്, അല്ല. ഇയാൾക്ക് ചില പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അയാൾ ചോദിച്ച ചോദ്യം വളരെ ശരിയായ ചോദ്യമാണ്. ഇത് തന്നെയാണ് ആദ്യത്തെ വിശ്വാസികൾ, ആദ്യകാല വിശ്വാസികളും ചോദിച്ച ചോദ്യം. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായം 37-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, അവരും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇല്ലേ? ഇയാൾ ചോദിച്ച അതേ ചോദ്യമാണ്, ശരിയായ ചോദ്യമാണ്. കാരാഗ്രഹ പ്രമാണി, അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം 30-ാമത്തെ വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയും ഇതേ ചോദ്യമാണ് ചോദിച്ചത്. യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു. അത് ശരിയായ ചോദ്യമാണ് ആ ചോദ്യം. അപ്പൊ ആ ചോദ്യം ചോദിച്ചതിൽ തെറ്റില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യം, അപ്പോസ്തലൻ തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും, ഇല്ലേ? കർത്താവെ, ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട്, എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക, നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയുമെന്ന് കൽപ്പിച്ചു. ശൗൽ ചോദിച്ചു, അല്ലെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ശരിയായ ചോദ്യമാണ് എന്ന് മാത്രമല്ല, ഇവിടെ ഈ ശാസ്ത്രി ശരിയായ ചോദ്യം ചോദിച്ചു എന്ന് മാത്രമല്ല, അത് ശരിയായ വ്യക്തിയോടാണ് ചോദിച്ചത്. ചോദിച്ച വ്യക്തിയും കറക്റ്റാണ്, അല്ലേ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നം. ഈ ചോദ്യത്തിന്റെ പിന്നിലുള്ള ഉദ്ദേശം, മോട്ടീവ്, അത് അവിടെയാണ് പ്രശ്നം, ഇല്ലേ? അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു. അവിടെയാണ് ഈ പ്രോബ്ലം. ഈ ചോദ്യം ആത്മാർത്ഥതയുള്ള ഒരു ചോദ്യമല്ല. ഇത് കർത്താവിനെ പൂട്ടുവാനായിട്ടുള്ള, അപമാനിക്കുവാനായിട്ടുള്ള, ലജ്ജിപ്പിക്കുവാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. കാരണം ഈ മനുഷ്യൻ ഒരു പണ്ഡിതനാണ്. അപ്പൊ പണ്ഡിതനായിരിക്കുന്ന ഈ മനുഷ്യന്റെ ചോദ്യം യേശുവിനെ കുടുക്കുവാനായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ മുൻപാകെ തന്നെ ഈ ചോദ്യം ചോദിക്കുന്നത്, അപമാനിക്കുവാനായി. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഈ ചോദ്യം ചോദിച്ചത് തെറ്റായ ചോദ്യമല്ല, നല്ല ന്യായമായ ചോദ്യമാണ്, ശരിയായ ചോദ്യമാണ്, എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന്റെ വിഷയം എന്താണ്? രക്ഷയാണ്. സ്വർഗത്തിലേക്ക് എങ്ങനെ പോകാം
എന്നുള്ളതിൻ്റെ ഉത്തരമാണ് യേശുവിൽ നിന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ കർത്താവിൻ്റെ ഉത്തരം നോക്കൂ. ശരിക്കും കർത്താവ് എങ്ങനെയാണ് ഉത്തരം പറയേണ്ടത്? സാധാരണഗതിയിൽ കർത്താവ് ഉത്തരം പറയുന്നത് എങ്ങനെയാണ്? ഒരാൾ ഒരു ചോദ്യം, ഇങ്ങനൊരു കർത്താവിനോടൊരു ചോദ്യം ചോദിക്കുമ്പോൾ കർത്താവ് ഉത്തരം പറയുന്നത്, എന്നിൽ നീ വിശ്വസിക്കൂ, അല്ലെങ്കിൽ സ്വയം നിരസിച്ച് നിന്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ അനുഗമിക്കൂ. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 11:28 പറഞ്ഞതുപോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. ഇതൊക്കെയാണ് യേശുവിൻ്റെ സാധാരണഗതിയിലുള്ള ഉത്തരങ്ങൾ, അല്ലേ? ഒരാളൊരു ചോദ്യം ചോദിക്കുമ്പോൾ. പക്ഷെ ഇവിടെ കർത്താവ് അങ്ങനത്തെ ഒരു ചോദ്യം, അങ്ങനത്തെ ഒരു ഉത്തരമല്ല നൽകുന്നത്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്നിൽ വിശ്വസിക്കൂ, അല്ലെങ്കിൽ ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ ഭക്ഷിക്കൂ, അല്ലെങ്കിൽ സ്വയം നിരസിച്ച് നിങ്ങൾ എൻ്റെ പിന്നാലെ വരൂ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ള എൻ്റെ പിന്നാലെ വരൂ. ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല. അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പേഴ്സണൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്, പേഴ്സണൽ ഇവാഞ്ചലിസം ക്രിസ്തു ചെയ്യുന്നത് വളരെ നമ്മൾ അതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. കാര്യം അത് എല്ലാവരോടും ഒരേ മെസ്സേജ് അല്ല കർത്താവ് പറയുന്നത്. നിങ്ങൾ അധ്വാനിക്കുന്നുവെങ്കിൽ, ഭാരം ചുമക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇതല്ല ഉത്തരം. ഈ ഉത്തരം ആത്മാവിൽ ദരിദ്രരായവർക്കുള്ളതാണ്. ഈ ഉത്തരം നീതിക്ക് വേണ്ടി വിശന്നു ദാഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളവരാണ്. തന്നിലുള്ള പാപത്തെ ഓർത്ത് ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയുള്ളവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനത്തെ ഒരു ഉത്തരം കർത്താവ് നൽകുക. ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്കാണ് കർത്താവ് അങ്ങനത്തെ ഒരു ഉത്തരം നൽകുക. പക്ഷെ ഇവിടെ ഈ മനുഷ്യൻ സ്വയം നീതിമാനാണെന്ന് ധരിക്കുന്ന മനുഷ്യനാണ്. ഈ മനുഷ്യന്റെ അവസ്ഥ ആത്മാവിൽ ദരിദ്രനല്ല. ഈ മനുഷ്യന്റെ അവസ്ഥ സ്വയം തന്നിലുള്ള പാപത്തെക്കുറിച്ച് വിലപിക്കുന്ന അവസ്ഥയല്ല. ഈ മനുഷ്യന്റെ അവസ്ഥ നീതിക്കും അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിക്കായി വിശക്കുന്ന അവസ്ഥയല്ല, അല്ലേ? ഈ മനുഷ്യന്റെ അവസ്ഥ സ്വയം നീതിമാനാണ് എന്ന് ധരിക്കുന്ന അവസ്ഥയാണ്. അപ്പോ എന്നെ അനുഗമിക്കുക, എന്നെ വിശ്വസിക്കുക, ക്രൂശെടുത്ത് പിന്നാലെ വരിക ഒന്നുമല്ല അദ്ദേഹത്തിനുള്ള മറുപടി, അല്ലേ? തിരിച്ച് യേശു അയാളോട് എന്താണ് പറയുന്നത് നോക്കൂ. ഇയാളോട് എന്താണ് പറയുന്നത്? ഇയാളുടെ ചോദ്യത്തിന് എന്ത് മറുപടിയാണ് യേശു നൽകുന്നത്? നിയമം. ഇല്ലേ? നിയമശാസ്ത്രിയാണ് ഇയാൾ. നിയമശാസ്ത്രിയായ ഇയാളോട് കർത്താവ് കൊടുക്കുന്ന മറുപടി നിയമവുമായി ബന്ധപ്പെട്ട മറുപടിയാണ്. ഇയാൾക്ക് കരുണ ലഭിക്കും അല്ലെങ്കിൽ ദയ ലഭിക്കും എന്നുള്ളതല്ല ഇയാൾക്ക് ആവശ്യമുള്ള മറുപടി. ഇയാൾക്ക് വേണ്ട മറുപടി നിയമമായി ബന്ധപ്പെട്ട, കാരണം ഇയാൾ നിയമം അറിയാവുന്നവനാണല്ലോ. എന്നാൽ നിയമത്തിൽ നിന്ന് തന്നെ മറുപടി നൽകുവാനാണ് യേശു തീരുമാനിക്കുന്നത്. കരുണയും അല്ലെങ്കിൽ ദയയിലും ദൈവത്തിന്റെ ദയയെക്കുറിച്ച് പറയുക, ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പറയുക, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയുക, ഇതൊന്നും അവിടെ ചെലവാകില്ല. കാര്യം ഇയാൾ സ്വയം നീതിമാനാണ്. ഇയാൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് അയാൾ വിശ്വസിക്കുന്നത്. ഇല്ലേ? അപ്പം നിയമം തന്നെയാണ് ഇവിടെ കർത്താവ് ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണത് അങ്ങനെ ചെയ്യുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള സ്വയം നീതിമാനായ ഒരു മനുഷ്യൻ കർത്താവിനോട് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ കരുണ നിനക്കുണ്ട്, നീ അത് സ്വീകരിക്കണം, ദൈവത്തിന്റെ പിന്നാലെ വരണം, ക്രൂശെടുക്കണം, പുറകെ വരണം എന്നൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കത് റോമർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരോട് പ്രസ്താവിക്കുന്നു എന്ന് നാം അറിയുന്നു.
ഈ ന്യായപ്രമാണം പൊക്കിപ്പിടിച്ചല്ലേ, ഇത് നിയമങ്ങൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നവനോട് നിയമപരമായി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ എന്ന് അവകാശപ്പെടുന്ന പൊയ്മുഖക്കാരോട് ആ നിയമം തന്നെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ഇല്ലേ? നിയമം പരിശോധിക്കുമ്പോൾ, ശരിക്കും നിയമം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. അപ്പൊ ഈ സ്വയം നീതിമാനായ മനുഷ്യൻ ന്യായപ്രമാണിയാണ്, വലിയ പ്രമാണിയാണ്, വലിയ ശാസ്ത്രിയാണ്. അപ്പൊ ഈ ശാസ്ത്രിയായ മനുഷ്യൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതേ നിയമം ഉപയോഗിച്ച് അവന്റെ യഥാർത്ഥ അവസ്ഥ, ആത്മീയ അവസ്ഥ എന്താണെന്ന് കാണിക്കുവാനാണ് ക്രിസ്തു വ്യത്യസ്തമായ ഒരു മറുപടി ഈ മനുഷ്യന് നൽകുന്നത്. ന്യായപ്രമാണമാണ് മനുഷ്യനെ തുറന്നു കാണിക്കുന്നത്. ന്യായപ്രമാണമാണ് മനുഷ്യനെ കുറ്റം വിധിക്കുന്നത്. ന്യായപ്രമാണമാണ് മനുഷ്യനെ യേശുവിന്റെ അടുക്കിലേക്ക് നയിക്കുന്നത്. ഈ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ സ്വയം നീതിമാനാണ്, കുറവില്ലാത്തവനാണ്. അപ്പോൾ അയാളുടെ യഥാർത്ഥ അവസ്ഥ അയാളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയ സുഹൃത്തെ, ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് ഈ സമയം നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ അത് റെസിസ്റ്റ് ചെയ്യാതെ അതിനെ സമർപ്പിച്ച് ജീവിതം മാറ്റുവാനായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു അനുസരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും പരിശുദ്ധാത്മാവാം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ റെസിസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. അത് എനിക്കല്ല, പ്രസംഗിക്കുന്നവനാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയൽവാസിയാണ് ചെയ്യേണ്ടത്, ഭാര്യയാണ് ചെയ്യേണ്ടത്, ഭർത്താവാണ് ചെയ്യേണ്ടത് എന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. ഇല്ലേ? ഈ മനുഷ്യൻ നോക്കൂ, ഈ മനുഷ്യൻ സ്വയം നീതീകരിക്കപ്പെട്ട മനുഷ്യനാണ്. സ്വയം അയാളെ തുറന്നു കാണിക്കണം. അതിന് യേശു ഉപയോഗിക്കുന്ന ഒരു രസകരമായ രീതി ഒന്ന് ശ്രദ്ധിക്കൂ. 26-ാമത്തെ വാക്യം. അവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചു. ഇല്ലേ? നിന്റെ കയ്യിലുള്ള ബൈബിൾ ഉണ്ടല്ലോ, അത് വായിക്കൂ. അതിലെന്താണ്? അപ്പൊ നിസ്സംഗത ഭാവമാണ് അയാൾക്ക്. ഇതൊക്കെ കർത്താവ് പറയുമ്പോൾ അതൊക്കെ സില്ലി ആയിട്ട്, അങ്ങ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ, ഇല്ലേ, വളരെ പുച്ഛത്തോടെ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടത്, ന്യായം എല്ലാം അറിയാവുന്ന, ബൈബിളൊക്കെ അറിയാവുന്ന മനുഷ്യനാണ്. അപ്പം തിരിച്ച് അയാൾ ചോദിക്കും, യേശുവിനോട് തച്ചനായ മനുഷ്യനാണ്. അയാൾ ചോദിക്കുമ്പോൾ വളരെ പുച്ഛത്തോടെയാണ് ഇരിക്കുന്നത്, ഭാവം, ഇല്ലേ, കപ്പലണ്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണ് നിങ്ങളുടെ എല്ലാം അറിയാവുന്നവനാണ്, തികഞ്ഞവനാണല്ലോ, എന്താണ് നിങ്ങൾക്ക് ഉത്തരം പറയും? അല്ലെ? പലപ്പോഴും നമ്മളും അങ്ങനെയാണ്. ദൈവവചനം വരുമ്പോൾ നമ്മൾ ഇതൊക്കെ പലരും അതൊക്കെ പ്രസംഗിക്കാം, അതൊക്കെ പറയാം, അല്ലെ? എന്നോട് പലരും പറഞ്ഞു, ജേക്കബിന് അതൊക്കെ പറയാം, അല്ലെ? നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഞാനിരിക്കുന്ന എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയാവൂ. നിങ്ങൾക്കിത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, അല്ലെ? നിങ്ങൾക്കിത് സംഭവിക്കുമ്പോൾ, എനിക്ക് സംഭവിച്ച കാര്യം നിങ്ങൾക്ക് സംഭവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. പ്രിയ സുഹൃത്തെ, എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളാണ്. എല്ലാവരും ഇപ്പൊ ചത്തോകുന്നും പറഞ്ഞാണ് ഓരോരുത്തർ ലോകത്ത് ജീവിക്കുന്നത്, അറിയാമോ? ഭാരം കയറിയിട്ട്. ഒരുപക്ഷെ നിങ്ങളുടെ പ്രശ്നമായിരിക്കില്ല മറ്റുള്ളവർക്ക് കടന്നു, പക്ഷെ മറ്റുള്ളവരുടെ പ്രശ്നം അവർക്ക് വലിയ ഭാരമുള്ള പ്രശ്നങ്ങളാണ്. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിട്ടാണ് ഈ ലോകത്ത് ഒരുപാട് പേര് ജീവിക്കുന്നത്. ഞാൻ കടന്നു പോകുന്നത് പ്രത്യേക സിറ്റുവേഷനിലാണ്. അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എനിക്ക് രാവിലെ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒന്നും പറ്റില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയാണ്, വല്ലാത്ത അവസ്ഥയാണത്. നിങ്ങൾക്ക് ആർക്കും അറിയില്ല, ആർക്കും ഈ ലോകത്ത് സംഭവിച്ചിട്ടില്ല അങ്ങനെ, ഇല്ലേ? അങ്ങനെ സ്വയം നീതീകരിക്കരുത്. അങ്ങനെ ചെയ്യുന്നവരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ഉദ്ദേശം. കാരണം അയാൾ മറുപടി പറഞ്ഞു, ഇല്ലേ? കൊട്ടുവായും വിട്ട് കപ്പലണ്ടി തിന്നിരിക്കുകയാണ് കർത്താവ് ഇത് പറയുമ്പോൾ.
എല്ലാം അറിയാവുന്ന മനുഷ്യനാണ്. അപ്പൊ തന്നെ ടക്കെന്ന് മറുപടി പറയാം, ഓൺ ദ സ്പോട്ട്. എന്താണ്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പൊ തന്നെ അല്ലേ, ഉരുളക്കുപ്പേരി കൊടുത്തു. എല്ലാം അറിയാവുന്നവളാണ്. അപ്പൊ ഇത് പറയുന്നത് എവിടുന്നറിയാമോ? ആവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം, ലേവ്യ പുസ്തകം 19-ാമത്തെ അധ്യായം. ഇതൊക്കെ ഇവിടുന്ന് ഉത്തരം, എവിടുന്നാണ് ഇത് എടുത്തടിക്കുന്നത്? കാര്യം ഇതൊക്കെ പുള്ളിക്ക് അറിയാം, ഇല്ലേ? ഇതൊക്കെ പുള്ളിക്ക് അറിയാം. ഇത് തന്നെയാണ് യേശു നേരത്തെയും പറഞ്ഞിട്ടുള്ളത്. 1-ാമത്തെയും 2-ാമത്തെയും ഏറ്റവും വലിയ കൽപ്പനകൾ ഇതാണ്. അപ്പം നോക്കൂ, എങ്ങനെയാണ് സ്വർഗത്തിൽ പോകേണ്ടതെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പൊ യേശു തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആള്, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? അപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. യേശു പറഞ്ഞു, ശരി, അറിയാമല്ലോ. അപ്പൊ ഉത്തരം അറിയാമല്ലോ, ഇനിയിപ്പോ എന്തുവാ? നിങ്ങൾ ശരിയായ ഉത്തരം പറഞ്ഞു, ഇത് ചെയ്യുക, നിങ്ങൾ ജീവിക്കും, തീർന്നു, പ്രശ്നം തീർന്നു, സോൾവ്, ഇല്ലേ? കൂടുതൽ ഇതില് നമ്മള് നിങ്ങൾക്കെല്ലാം അറിയാം. സ്വർഗത്തെ അവകാശമാക്കുവാൻ നീതി ആവശ്യമാണ്. പക്ഷെ ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ ആ നീതി എങ്ങനെയുള്ള നീതിയാണെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആ നിയമം പൂർണ്ണമായും പാലിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്ക് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോവാം. നിങ്ങൾക്ക് അയൽക്കാരന് സ്വന്തം നീതിമാനായ നിങ്ങളെ പോലെ സ്നേഹിക്കുവാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാം. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കതറിയാമല്ലോ, അല്ലേ? അപ്പൊ ആ ഒരു നിസ്സംഗത, ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ മനുഷ്യന്റെ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളിൽ പലരും, ഞാനും നിങ്ങളും ഒക്കെ പലപ്പോഴും ഈ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇരിക്കുന്നത്. കാലുവാട്ടി കൊട്ടുവായും വിട്ട്, ഇല്ലേ? ഒക്കെ നമുക്കറിയാം, എല്ലാം അറിയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഒരു വലിയ പ്രശ്നം. ആ പ്രശ്നമാണ് യേശു ഉപമയിലൂടെ ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? 10-ാമത്തെ അധ്യായത്തില് 29-ാമത്തെ വാക്യം, അവൻ തന്നെത്താനെ നീതീകരിപ്പാൻ. ഇത് കേട്ടിട്ട് കർത്താവ് സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞല്ലോ. ഇയാളുടെ മനസ്സിൽ നിന്ന് തന്നെ ആൻസർ പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത് ശ്രദ്ധിച്ചോ. അവൻ തന്നെത്താനെ നീതീകരിപ്പാൻ ഇച്ഛിച്ചിട്ട് യേശുവിനോട് ഒരു ചോദ്യം, എന്താണ്? എന്റെ കൂട്ടുകാരൻ ആർ? ശരി, അയൽക്കാരനെ സ്നേഹിക്കണം, അല്ലേ? അപ്പൊ ആരാണത്? ഒരു ചോദ്യം, ആരാണ് എന്റെ കൂട്ടുകാരൻ? നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ചോദ്യം അദ്ദേഹം ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്? ഈ സ്വയം ന്യായീകരിക്കുവാൻ കഴിയുന്ന ഒരു യഹൂദ വ്യവസ്ഥയുടെ ഭാഗമാണ് ഈ ശാസ്ത്രി. അവർക്ക് വ്യവസ്ഥകളുണ്ട് സ്വയം ന്യായീകരിക്കുവാൻ. കാര്യം, ന്യായപ്രമാണം അവരുടെ സൗകര്യപ്രദമായി വായിക്കുവാൻ, അവർക്ക് അവരുടെ സൗകര്യത്തിന് അതിനെ ഓടിക്കുവാനും വളയ്ക്കുവാനും ചില വ്യവസ്ഥകൾ അവർ കണ്ടിട്ടുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ച് ആ ഒരു വ്യവസ്ഥ നിലവിലുള്ള ആ സമ്പ്രദായത്തിന്റെ ഭാഗമാണ് ഈ മനുഷ്യനും. അതുകൊണ്ടാണ് അയാൾ ഈ ഒരു ചോദ്യം ചോദിക്കുക, ആരാണ് എൻ്റെ കൂട്ടുകാരൻ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 43-ാമത്തെ വാക്യം, 43-44 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. കണ്ടോ? അപ്പൊ അരുളി ചെയ്തിട്ടുണ്ട്. എന്തരുളി ചെയ്തിട്ടുണ്ട്? കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും
ശത്രുവിനെ പകയ്ക്കുക എന്നും അരുള് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ബൈബിൾ എഴുതിയിട്ടുണ്ട്, അങ്ങനെ ഉള്ളത് ഇയാൾക്കറിയാം. അപ്പൊ എവിടെയാണ് അങ്ങനത്തെ ഒരു ദൈവശാസ്ത്രം എവിടെ നിന്നാണ് ഇവർക്ക് ലഭിക്കുന്നത്, യഹൂദന്മാർക്ക് ലഭിക്കുന്നത്? സങ്കീർത്തനം 139 സങ്കീർത്തനം 139 സങ്കീർത്തനം 21, 22 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നത്, യഹോവേ നിന്നെ പകയ്ക്കുന്നവനെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ? നിന്നോട് എതിർത്തു നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ? ഞാൻ പൂർണ്ണ ഉദ്ദേശത്തോടെ അവരെ ദുഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു. കണ്ടോ? അപ്പൊ അങ്ങനത്തെ ഒരു തിയോളജി അവർക്കുണ്ട്. എല്ലാവരും എൻ്റെ അയൽവാസികളല്ല, ചില ആളുകളാണ് എൻ്റെ അയൽവാസികൾ, ചില ആളുകൾ എൻ്റെ ശത്രുക്കളാണ്. അങ്ങനെയാണ് അവരുടെ തിയോളജി അതാണ്, അങ്ങനെയാണ് അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ എൻ്റെ ശത്രുവിനെ അല്ല, എൻ്റെ അയൽക്കാരനെ മാത്രമാണ് ഞാൻ. അപ്പൊ എല്ലാവരെയും ഞാൻ സ്നേഹിക്കണമെന്ന് വചനത്തിൽ ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ്. അപ്പൊ അതാണ് ഇവിടുത്തെ ചോദ്യം, ആരാണ് എൻ്റെ അയൽക്കാരൻ എന്നുള്ള ചോദ്യം ചോദിച്ച് ക്രിസ്തുവിനെ ഞെട്ടിക്കുന്നത്. ഇല്ലേ? നോക്കൂ, എൻ്റെ കയ്യിൽ ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിൽ കുറെ പേരുടെ പേരുണ്ട്. ഈ കുറെ പേരെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, മറ്റവരെ കുറെ പേർ ശത്രുക്കളാണ്. അപ്പൊ എൻ്റെ ലിസ്റ്റിൽ ഞാൻ സ്നേഹിക്കേണ്ടവരെ എല്ലാം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. കണ്ടോ? സ്വയം നീതിയാണ്. അപ്പൊ അവിടെ സ്വയം നീതീകരിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് നടത്തുന്നത്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ശത്രുക്കളെയും ഞാൻ സ്നേഹിക്കേണ്ട കാര്യമില്ല, അവരെ വെറുക്കുവാനായിട്ടുള്ള ഓപ്ഷൻ എനിക്കുണ്ടല്ലോ. അപ്പൊ ആരെയാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? ഈ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെയാണ്? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടോ, ആ ഒരു മനോഭാവം, അതാണ് ഇവിടുത്തെ പ്രശ്നം. ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പൊ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് യേശു പറയുമ്പോൾ അതോടെ താൻ വാസ്തവത്തിൽ മതിയായവനാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും എന്ന് ശാസ്ത്രി വിചാരിക്കുകയാണ് മനസ്സിൽ. ഇല്ലേ? എൻ്റെ പ്രശ്നം ഇതാണ്. എൻ്റെ പ്രോബ്ലം നിങ്ങളുടെ പ്രോബ്ലം പോലല്ല. എനിക്ക് ഭയങ്കര പ്രശ്നമാണ് എൻ്റെ പ്രശ്നം. എൻ്റെ പ്രശ്നം നിങ്ങൾ കേൾക്കൂ, എന്നിട്ട് നിങ്ങൾ പറയൂ, എന്തുകൊണ്ടാണ് ഞാൻ വേദപുസ്തകം വായിക്കാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ പ്രസംഗിക്കാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരോട് കർത്താവിനെ കുറിച്ച് പറയാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ ഒരു ദൈവികമായ ജീവിതം ജീവിക്കാത്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം എൻ്റെ ബിസിനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ, എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, എൻ്റെ കുടുംബത്തിനകത്തുള്ള പ്രോബ്ലംസ്, എൻ്റെ സിറ്റുവേഷൻസ് നിങ്ങൾ അത് മനസ്സിലാക്കാതെ നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ആരാണ് എൻ്റെ കൂട്ടുകാരൻ? പറ. അപ്പൊ ഈ വിവേചനരഹിതമായ അല്ലെങ്കിൽ വിവേചനരഹിതനായ സ്വയം നീതിമാനായ ഈ മനുഷ്യനോട് കർത്താവ് ഉപമ പറയും. വളരെ കുറച്ച് സമയമേ ഇനിയുള്ളൂ. 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. ഈ 30 മുതൽ 35 വരെയുള്ള ഈ ഉപമയിൽ കർത്താവ് ഈ മനുഷ്യനെ കുറ്റം വിധിച്ചാണ് ഈ ഉപമ പറയുന്നത്. കാര്യം ഇവിടെ 2 ആളുകളാണ് ഉള്ളത്, 2 ടൈപ്പ് ഓഫ് ആളുകൾ. 2 അല്ല, കുറച്ച് 4 പേരുണ്ട്, പക്ഷെ 2 ടൈപ്പ് ഓഫ് ആളുകളാണ്. ഒന്ന്, റിലീജിയൻ, മതപരമായ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ളവരും, അറിവില്ലാത്തവർ, ഇതിനെക്കുറിച്ചൊന്നും വലിയ ഗ്രാഹ്യമില്ലാത്തവരുമായ 2 തരം ആളുകളെയാണ് ഇവിടെ കർത്താവ് പ്രദർശിപ്പിക്കുന്നത്. ഇല്ലേ? അപ്പൊ ഈ ലേവ്യക്കാരനും പുരോഹിതനും ശമരിയക്കാരനും, ലേവ്യക്കാരനും പുരോഹിതനും മതത്തെക്കുറിച്ചും മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഭയങ്കര നോളജാണ്. പിന്നുള്ളത് ശമരിയക്കാരനൊക്കെ യാതൊരു അറിവുമില്ല. പക്ഷെ അവരാരും ചെയ്യാത്തത് ഈ ശമരിയക്കാരൻ ചെയ്തു. അതാണ് ഇവിടുത്തെ പ്രശ്നം, ഇവിടുത്തെ കാര്യം. അപ്പൊ ഇയാള് പറയാണ്, ആരാണ്? എനിക്ക് എല്ലാം കുറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിനകത്ത് എനിക്ക് അറിയാം, എനിക്ക് ബൈബിൾ അറിയാം, എനിക്ക് റോമർക്ക് എഴുതിയ ലേഖനം കാണാതെ അറിയാം, ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. സുഹൃത്തെ, അതിലൊന്നുമല്ല കാര്യം. നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾക്ക് അതറിയാം, ഇതറിയാം, നിങ്ങൾ സ്നാനമേറ്റു, നിങ്ങൾ അത് ചെയ്തു, നിങ്ങൾ ഇത് ചെയ്തു, നിങ്ങളുടെ സാഹചര്യം അതാണ് ഇതാണ്, ഇതിലൊന്നും അല്ല കാര്യം.
അതാ ഇവിടെ അയാളെ കുറ്റം വിധിക്കുകയാണ്. ഈ ശമരിയക്കാരന്റെ കഥ പറഞ്ഞുകൊണ്ട് കർത്താവ് അയാളെ കുറ്റം വിധിക്കുകയാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാം, നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും സ്നാനപ്പെട്ടവരാണ്, നിങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും മുട്ടുപ്പായിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരാണ്. ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പാലിക്കും, നിങ്ങൾ അനുസരിക്കും, നിങ്ങൾ ആർ യു എ ഡൂവർ, നിങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണോ അല്ലയോ, അത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾക്കിതെല്ലാം അറിയാമോ അറിയത്തില്ലയോ, നിങ്ങൾ പ്രസംഗിക്കുമോ പ്രസംഗിക്കത്തില്ലയോ, നിങ്ങൾ പാടുമോ ഇല്ലയോ, ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. നിങ്ങൾക്ക് ദൈവ വചനത്തിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണോ അല്ലയോ. നോക്കൂ, ഈ മനുഷ്യൻ മനസ്സലിഞ്ഞു. മറ്റവർക്ക് ഭയങ്കരമായ അറിവുണ്ട്, മറ്റുള്ളവർക്ക് ഭയങ്കരമായ അറിവുണ്ട്, ഇല്ലേ? പക്ഷേ അവരത് അവരുടെ ജീവിതത്തിന് അറിവ് മാത്രമേ ഉള്ളൂ, അവരത് പ്രായോഗികമാക്കുന്നില്ല. പക്ഷെ ഈ മനുഷ്യൻ ആരും ചെയ്യാത്തത്, ഇവരാരും, ഈ അറിവുള്ളവരെ രണ്ടുപേരും ചെയ്യാത്ത കാര്യങ്ങൾ ഈ അറിവില്ലാത്ത മനുഷ്യൻ ചെയ്തു. അയാൾക്ക് മനസ്സലിവുണ്ടായി, ഇല്ലേ? അയാൾക്ക് മനസ്സലിവുണ്ടായി. അയാൾ ആ മനസ്സലിവുമായി ബന്ധപ്പെട്ടൊരു നടപടി അയാൾ എടുത്തു, അരികെ ചെന്നു, ഒരു പരിശ്രമം അയാൾ അവന്റെ മുറിവുകളെ കെട്ടി, ഇല്ലേ? അതിനുവേണ്ടി ഒരു വില അയാൾ കൊടുത്തു, എണ്ണയും വീഞ്ഞും പകർന്നു. അതിനുവേണ്ടി ബുദ്ധിമുട്ടി, അയാളെ വാഹനത്തിൽ കയറ്റി. ആ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുത്തു. അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു, ഇല്ലേ? ആ ഉത്തരവാദിത്വം അയാൾ ഏറ്റെടുത്തു. അപ്പൊ സ്വയം ബുദ്ധിമുട്ടി, കഷ്ടപ്പെട്ട്, പ്രയാസപ്പെട്ട് ഒരു ശത്രുവിനെ പോലുള്ള ഒരു മനുഷ്യനെ, ശമരിയക്കാരനാണ് യഹൂദനെ സഹായിക്കുന്നത്, അയാളുടെ ജീവിതത്തിൽ അത് പാലിച്ചു. അങ്ങനെയുള്ളവനാണ് നീതീകരിക്കപ്പെട്ടവൻ. ഞാന് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു, അതൊന്നും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. സ്വന്തം ജീവിതത്തിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത്. ഇതാണ് ഈ ഉപമയുടെ പൊരുൾ. മനസ്സിലായ? അതിനു വേണ്ടിയിട്ടാണ് ദൈവം ഒരു പുറജാതീയനായ ഒരു മനുഷ്യനെ ദൈവം എടുത്ത് അയാളെ അവിടെ ഉപയോഗിക്കുന്നത്. ദൈവവചനം അറിയാത്തവൻ, അല്ലെങ്കിൽ അതുമായി വലിയ ഗ്രാഹ്യമില്ലാത്തവൻ എടുത്തിട്ട് നിങ്ങളെക്കാളും, ഇതെല്ലാം അറിയാവുന്നവനേക്കാളും നന്നായിട്ട് ജീവിതത്തിൽ അയാൾ പ്രായോഗികപ്പെടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അത് കാണുന്നുണ്ടോ? അതാണ് ഈ ഉപമ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇത് കുറ്റം വിധിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, സ്വയം നീതിമാന്മാരെ അപലപിക്കുന്ന ഒരു ഉപമയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവനോട് കരുണ കാണിച്ചവൻ ആരെന്ന് ചോദിച്ചു. ആരാണ് അവനോട് കരുണ? അതിന്റെ അർത്ഥം എന്താണ്? ആരാണ് ഈ ന്യായപ്രമാണമൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കാണാതെ പഠിച്ചു വെച്ചു. ഓക്കെ, ആരാണിത് ചെയ്തത്? ആരാണിത് ചെയ്തത്? ചെയ്തവനാണ് നീതിമാൻ. അല്ലാതെ ഇതെല്ലാം അറിയാം, ഈ നിയമങ്ങൾ കേൾക്കുന്നവനല്ല, നിയമം ഉദ്ധരിക്കുന്നവരല്ല, നിയമത്തിന്റെ വിദഗ്ധരല്ല, അത് ചെയ്യുന്നവരാണ്. മനസ്സിലായോ? നോക്കൂ പ്രിയ സുഹൃത്തുക്കളെ, ഈ ഉപമ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരുപാട് എനിക്ക് പറയാനുണ്ടായിരുന്നു, സമയം കഴിഞ്ഞുപോയി. ഈ ഉപമ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഉപമയല്ല, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഉപമയല്ല, നമ്മളുടെ സ്വയം നീതിയെ അപലപിക്കുന്ന ഒരു ഉപമയാണ്. ഓക്കെ, ഇത് ഇന്ന് രാവിലെ ഇത് കേട്ട് നിങ്ങൾ ഇത് നമ്മളിലുള്ള സ്വയം നീതിയെ ദൈവം അപലപിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ സ്വയം നീതിമാന്മാരായി ജീവിക്കുകയാണെങ്കിൽ, നിങ്ങൾ ന്യായം പറഞ്ഞ് ദൈവത്തെ പ്രസാദിപ്പിക്കാത്ത ഒരു ജീവിതം ജീവിക്കുകയും അതിന് ന്യായം പറയുകയും ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തിരുത്തണം, ജീവിതത്തിൽ തിരുത്തണം. അത് കേട്ട് പിന്നെയും അത് ജീവിതത്തിൽ പ്രായോഗികപ്പെടുത്താതെ വീണ്ടും പ്രസംഗിച്ചും അഭിനയിച്ചും ജീവിക്കരുത്.
മറ്റുള്ളവരോട് വലിയ ഭക്തരെ പോലെ അഭിനയിച്ച് നിങ്ങൾ ജീവിക്കരുത്. ഇതാണ് ഈ ഉപമയുടെ സാരം. അപ്പോ നമ്മൾ പറയുന്നതോ നമ്മുടെ അറിവോ നമ്മൾ ചെയ്ത നമ്മുടെ സ്നാനമോ അല്ലെങ്കിൽ ഭക്തിയോ അന്യഭാഷയോ ഒന്നും അല്ല ഇവിടെ കാര്യം. സ്വന്തം ജീവിതത്തിൽ ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവമക്കളല്ല. പ്രാർത്ഥിക്കും. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, സ്വന്തം ഹൃദയത്തെ നോക്കി അവസ്ഥകളെ മനസ്സിലാക്കി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനത്താൽ അടിയന്റെ അവസ്ഥ അടിയന് ബോധ്യമായിട്ടുണ്ട്. അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ പാദത്തിലേക്ക് അടുക്കുവാനും പുതിയൊരു തുടക്കത്തിനായി കർത്താവെ അടിയനെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. മാനവ മഹത്വം അങ്ങേക്ക് മാത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.